ഇന്ന് നമുക്ക് വേറിട്ടൊരു ഗ്രാമം പരിചയപ്പെട്ടാലോ. പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാലക്കടുത്ത് മുളഞ്ഞൂർ എന്ന ഗ്രാമത്തിൽ നിന്നും ഒരു വിളിപ്പാടകലയായിട്ട് പാലക്കാട് മലനിരകളും കാർഷിക പാടങ്ങളും വേണ്ടുവോളം ആസ്വദിച്ച് നമ്മൾക്കിവിടെ എത്തിച്ചേരുമ്പോൾ 14 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നിശ്ചിന്ത എന്ന ഒരു ഓട്ടിസം വില്ലേജ് നമുക്ക് പരിചയപ്പെടാം. പ്രകൃതി ഭംഗി കൊണ്ടും ഇവിടെ ഒരുക്കിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടും മനോഹരമായ ഒരു ഗ്രാമം. 50 വില്ലകളും 50 ഫ്ലാറ്റുകളുമാണ് ഇവിടെ ഇപ്പോൾ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിൽ 95% ഇപ്പോൾ താമസക്കാർ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3 സെന്റിൽ പണി തീർത്ത വില്ലകൾ, ബഹുനില ഫ്ലാറ്റുകൾ, നേരത്തിന് കൈ കഴുകി ചെന്നാൽ ഭക്ഷണം ലഭിക്കുന്ന ക്യാൻറ്റീൻ, ഓട്ടിസം ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടുന്ന ട്രെയിനിങ് സെൻറ്റർ, ഇതെല്ലാം മനോഹരമായി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിലുപരി ഇത്തരം കുട്ടികളെ വളരെ ആത്മാർത്ഥമായി പരിപാലിക്കുന്നതിന് കുറേ നല്ല മനുഷ്യരെയും ഇവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിയും. സ്വന്തമായി വില്ലയോ ഫ്ലാറ്റോ വാങ്ങി ഇവിടെ താമസമാക്കാം. പൊതുസമൂഹത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒരിടം, താങ്കളുടേതായ ഒരു ലോകം സൃഷ്ടിക്കാൻ ഇവിടെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. പൊതുസമൂഹത്തിൻ്റെ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലും ഇല്ലാത്ത ഒരിടം. ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കളെ സംബന്ധിച്ച് ആശ്രയ കേന്ദ്രം. കാരണം ഇവിടെ എല്ലാവരും തുല്യ ദുഃഖിതരാണ്. പരസ്പരം അറിഞ്ഞും അറിയാതെയും കഴിയാൻ പറ്റിയ ഒരു സ്ഥലം. ഓരോ കുട്ടിയുടെയും കഴിവിനെ ആസ്പദമാക്കി നൽകാൻ കഴിയുന്ന ട്രെയിനിങ് സെൻറ്ററും ഇവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഇവയെല്ലാം വളരെ ഭംഗിയായി തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നത് മറ്റൊരു പ്രത്യേകതയും കൂടിയാണ്. കെട്ടിലും മട്ടിലും ഏറെ പരിചരണത്തിലും എല്ലാം തന്നെ ഏറെ മുന്നിൽ. ഈ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയുമായി ഒന്ന് പരിചയപ്പെടാം. ഞങ്ങളായിട്ടുള്ള പരിചയമുള്ള ഒരാളാണ് ഞാൻ ഓട്ടിസം ക്ലബ്ബിൽ മെമ്പറുമാണ്. പക്ഷേ നമ്മൾ തമ്മിലുള്ളൊരു പരിചയം ഇപ്പോഴാണ് ഉണ്ടായത്. ഞാൻ എറണാകുളം ഓട്ടിസം ക്ലബ്ബിൽ ഇപ്പോഴും മെമ്പറാണ്. നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. അത് വളരെ ശ്ലാഘനീയവുമാണ്. കാരണം എന്താണ് ഓട്ടിസം അല്ലെങ്കിൽ എന്താണ് ഡിസബിലിറ്റി എന്ന് അറിയാൻ ആളുകൾക്ക് അറിയാത്തൊരു കാലഘട്ടത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അവയർനെസ് കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ ഓട്ടിസം ക്ലബ്ബിന് കഴിഞ്ഞിട്ടുണ്ട്. ഓട്ടിസം ക്ലബ്ബിന് എല്ലാവിധ ആവങ്ങളും ഞാനും നേരുന്നു. താങ്ക് യു സർ. ഏറെ മുന്നിലാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറയാതെ വയ്യ. കുട്ടികൾ ചിന്തയില്ലാത്തവരല്ല, മറിച്ച് അവർ ചിന്തിക്കുന്ന വഴിയിൽ നമുക്ക് എത്താൻ കഴിയുന്നില്ല എന്നതാണ് 15 വർഷക്കാലത്തെ ഈ മേഖലയിൽ എൻ്റെ അന്വേഷണത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്. എന്നാൽ ഞാനൊന്ന് മാറ്റി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് കാരണമുണ്ട്. എനിക്ക് ഒരു മകനുണ്ട്. അവനും ഈ ഗണത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. അതുകൊണ്ടാണ് മാറ്റി ചിന്തിപ്പിക്കുവാനും തീരുമാനിച്ചത്. എൻ്റെ മകന് ലഭിച്ചത് മറ്റു കുട്ടികൾക്കും ലഭിക്കണം എന്ന ആഗ്രഹമുണ്ട്. ഓട്ടിസ്റ്റിക്കുകളായ നമുക്ക് പലവിധ ചിന്തകൾ ആണ്. എന്നാൽ ഇത്തരക്കാർക്ക് ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യുന്ന ചിന്തയാണ്. അത് കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരക്കാരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാത്തത്. ഇത്തരം കുട്ടികൾക്ക് സോഷ്യലൈസേഷൻ വളരെ അനിവാര്യമാണ്. അത് സർക്കാരും പൊതുസമൂഹവും ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ള അതുമാണ്. ലോകം മുഴുവൻ ഈ സോഷ്യലൈസേഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇത്തരം കുട്ടികളെ മാത്രമായി ഇങ്ങനെ താമസിപ്പിക്കുന്നത് ശരിയാണോ എന്ന് ഇവർ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രക്ഷിതാക്കളുടെ സന്തോഷവും സമാധാനവുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് ശരി തന്നെ. പക്ഷേ ഈ കുട്ടികളുടെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരക്കാരെ സ്വയം പര്യാപ്തമാക്കുവാൻ ശ്രമിക്കുക. പല രക്ഷിതാക്കളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത്തരം കുട്ടികൾ ദൈവം ഞങ്ങൾക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് എന്ന്. എങ്കിൽ ആ ഗിഫ്റ്റ് തുറന്നു വെക്കാൻ നമുക്ക് കഴിയണം, അടച്ചു വെക്കേണ്ടതല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞങ്ങളുടെ കാലശേഷം എന്താവും എന്ന ചിന്ത വെടിയുക. ഇവരെ സ്വയം പര്യാപ്തതയിലെത്തിക്കാൻ ശ്രമിക്കുക. ഈ ഇൻഫ്രാസ്ട്രക്ചറും മറ്റും ഉപയോഗിച്ചുകൊണ്ട് സോഷ്യലൈസേഷൻ്റെ ഭാഗമായി വളർത്തിയെടുത്ത് എല്ലാവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. ഹബീബ് MN.